പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ സ്വന്തം മാതാപിതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. കേസിൽ ഭർത്താവ് രാഹുൽ നിരപരാധിയെന്ന് ആവർത്തിക്കുന്ന യുവതി താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് വിധേയമാകാമെന്നും തുറന്നു പറയുന്നു. പരാതിക്കാരി മൊഴി മാറ്റിയെങ്കിലും അടുത്ത ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതിനു മുന്നോടിയായി ഡൽഹിയിൽ കഴിയുന്ന യുവതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിലാണ് രാഹുലിന് അനുകൂലമായി താൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ശരിയെന്ന് സാധൂകരിക്കുന്നതിനായി നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന യുവതി വ്യക്തമാക്കിയത്. താൻ നുണപരിശോധനയ്ക്ക് വിധേയമായാൽ പിതാവും ബന്ധുക്കളും ഇതിന് തയ്യാറാകുമോ എന്നും യുവതി ചോദിക്കുന്നു. താൻ ഭർത്താവ് രാഹുലിന്റെയോ മറ്റാരുടെയെങ്കിലുമോ കസ്റ്റഡിയിലല്ല. ബന്ധുക്കളിൽ നിന്നും ഉണ്ടാവാനിടയുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാണ് തൽക്കാലം മാറി നിൽക്കുന്നത്. കോടതിയിൽ എല്ലാ സത്യങ്ങളും ബോധിപ്പിക്കുമെന്നും യുവതി പറയുന്നു. അച്ഛനാണ് സിയുടെ റൂമിൽ വന്നിട്ട് നമുക്ക് പരാതി ഉണ്ടെന്നും പരാതി വേണമെന്നും പറയുന്നത്. പക്ഷെ സി അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാഞ്ഞത് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു. എനിക്ക് പരാതിയിൽ എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ പോകണമെന്ന് സി ഐനോട് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പുള്ളി അതിനായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്, വേറൊന്നുമല്ല. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള, അത്രയും സമ്മർദ്ദം ചെലുത്തി ഇമോഷണലി തന്നെ അത്രയും അത്ര തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു, മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്കറിയാം, എനിക്ക് 25 വയസ്സായി. അപ്പോൾ ആ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ശരി. പക്ഷെ എന്തോ ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എൻ്റെ പാരൻസിൻ്റെ സമ്മർദ്ദം മൂലം അവരുടെ കൂടെ പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് സത്യമായിട്ട് അതിലൊരു നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പരാതിക്കാരിയായ യുവതി സംസ്ഥാനം വിട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് യുവതിക്കായി പോലീസ് അന്വേഷണം നടത്തുന്നത്. യുവതിയുടെ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് ഡൽഹിയിൽ നിന്നാണ്. യുവതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 7-നാണ് തിരുവനന്തപുരത്തെ ഓഫീസിൽ യുവതി ഒടുവിലെത്തിയത്. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ അവധി ആവശ്യപ്പെട്ടു. തുടർന്ന് ഡൽഹിയിലെത്തിയ യുവതി വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്വന്തമായി യൂട്യൂബ് പേജ് ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. യുവതിയുമായി പ്രതി രാഹുലിന് നിരന്തര ബന്ധമുണ്ടെന്ന് നേരത്തെ ഇയാളുടെ അഭിഭാഷകൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരുന്നു. രാഹുലിന് അനുകൂലമായും കുടുംബത്തെ തള്ളിപ്പറഞ്ഞും യുവതി രംഗത്തെത്തുമ്പോഴും വെളിപ്പെടുത്തലുകൾ കേസിനെ ബാധിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.